വയലാർ രാമവർമ്മ എന്ന് പറയുന്ന എഴുത്തുകാരന് സിനിമയിൽ പാട്ടെഴുതണം എന്ന് മോഹം. എന്ത് ചെയ്യും? നമുക്ക് ആലപ്പുഴയാണല്ലോ ഉദയ സ്റ്റുഡിയോ, നമുക്ക് കുഞ്ചാക്കോ മുതലാളിയെ പോയി കാണാം എന്ന് പറഞ്ഞ് കൂട്ടുകാരനുമൊത്ത് കുഞ്ചാക്കോ മുതലാളിയെ കാണാനായി ചെയ്തിട്ടുണ്ട്. അത് വളരെ രസകരമായ ഓർമ്മകളാണ് വയലാറിൻ്റെ. അവിടെ ചെല്ലുമ്പോൾ അകത്തോട്ട് കയറ്റിവിടില്ല, അകത്തേക്ക് പ്രവേശനമല്ല, ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഏതോ ഒരു വണ്ടി പോയ ഗ്യാപ്പിൽ ഗേറ്റ് തുറന്നപ്പോൾ അതിൻ്റെ കൂടെ ഓടി അകത്ത് കയറി. അങ്ങനെ പോയി കുഞ്ചാക്കോ മുതലാളിയെ കാണുന്നു. അപ്പോൾ ചേർത്തലയിലുള്ള ഒരു വലിയ വ്യാപാരിയുടെ, ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ കത്തുമായിട്ടാണ് പോകുന്നത്. ഇയാൾ നല്ല പാട്ടെഴുത്തുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ കൂടെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞ കത്തുമായിട്ടാണ് പോകുന്നത്. ഈ കത്ത് കൊണ്ട് കൊടുത്തു. കുഞ്ചാക്കോ എന്താ, അപ്പം സെക്യൂരിറ്റി വെച്ച് എന്താ, കുഞ്ചാക്കോ മുതലാളിയെ കണ്ടു, കത്ത് കൊടുത്തു. എന്താന്ന് ചോദിച്ചു. അത് പാട്ടെഴുതാനായിട്ട് വന്നതെന്നത്. പുള്ളി തുറന്നു പോലും നോക്കിയില്ല, പൊട്ടിത്തെറിച്ച്. നീയാണോ പാട്ടെഴുതാൻ? വേറെ പണികളെന്ന് നോക്കുക. ഒരു കാര്യം ചെയ്യ്, നീ പോയി ആ ഉദയ സ്റ്റുഡിയോയുടെ പുറകിൽ മുഴുവൻ കശുവണ്ടി പറയിക്കൊണ്ടുപോവാ, അതിനെന്തേലും വൈകുന്നേരം തരാമെന്നൊക്കെ പറഞ്ഞ് വെരുട്ടി ഓടിക്കുകയാണ് വയലാറിനെ ചെയ്തത്. ആ വയലാറാണ് പിന്നീട് ഇന്ത്യയുടെ മുഴുവൻ പടങ്ങൾക്കും എത്രയെത്ര മനോഹരമായ പാട്ടുകളാണ് നമുക്ക് എഴുതി തന്നത്. അപ്പോൾ അങ്ങനെ നിരാശനായി ഇറങ്ങുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും അതിനുവേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചതുരംഗം എന്നൊരു സിനിമയ്ക്ക് 5 പാട്ട് എഴുതാനുള്ള അവസരം കിട്ടുന്നത്. പക്ഷെ ആ സിനിമ ഇറങ്ങിയില്ല. എല്ലാ ഈ പ്രമുഖർക്കും സംഭവിക്കുന്നത് പോലെ സിനിമ ഇറങ്ങിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്തു? ഇതിൻ്റെ പോസ്റ്ററോ വാർത്തയോ മറ്റോ കണ്ട്, അതായത് ഇതിൻ്റെ നിർമ്മാതാവുമായി പരിചയമുള്ള ആരോ ആണ് കൂടപ്പിറപ്പ് എന്നുള്ള സിനിമ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പാട്ടെഴുതാൻ അവസരം കിട്ടി. അപ്പോൾ അതിന് പാട്ടെഴുതാൻ പോകണം. അപ്പോൾ മറു സൈഡിൽ നാടകങ്ങൾക്ക് പാട്ടെഴുതുന്നുണ്ട്. KPSCയിൽ അവസരം കിട്ടുന്നുണ്ട്. ആദ്യം സർവേക്കല്ലിന് വിളിക്കുമ്പോൾ അദ്ദേഹം അത് ഒഴിയുകയാണ് ചെയ്യുന്നത്. കാരണം അതിനുവേണ്ടി വിളിക്കുമ്പോൾ ക്ഷണിക്കാൻ ചെല്ലുന്നത് ON നിസാറ്, ദേവരാജൻ മാസ്റ്റർ, അങ്ങനെ 3-4 പേര് ചേർന്നാണ്. അവിടെ ചെന്ന് R സുഗതൻ സാറിനെയും കൊണ്ടാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടിട്ട് അദ്ദേഹം കത്തെഴുതും. ഞാൻ കൂടി വന്ന് പാട്ടെഴുതിയാൽ അവിടെ പ്രതിഫലം പങ്കുവയ്ക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ONV കുറുപ്പുമായി എനിക്ക് പ്രതിഫലം പങ്കുവയ്ക്കേണ്ടി വരും. അങ്ങനെ വരുന്നത് അദ്ദേഹത്തിൻ്റെ പഠനത്തെ ബാധിക്കും. പഠനത്തിന് ഫീസിന് ഇത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഇതിലെഴുതാൻ തയ്യാറാകുന്നില്ല എന്നാണ്. അത്രയേറെ ഒരു മനുഷ്യത്വം, ഒരു മാനവികത ഉണ്ടായിരുന്ന ആളാണ്. കണ്ടോ, വളരെ കുട്ടിക്കാലത്ത് തന്നെ, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വയലാർ. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് KPSCക്ക് വേണ്ടി അദ്ദേഹം ധാരാളം പാട്ടുകൾ എഴുതുന്നു. കാരണം KPSCയിൽ നിന്നും മാറിപ്പോയി കാളിദാസ കലാകേന്ദ്രം ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാം, അതാണ് ഞാനൊന്നും പറയാത്തത്. അങ്ങനെ കാളിദാസ കലാകേന്ദ്രത്തിലേക്ക് ONV സാറൊക്കെ മാറുന്ന അവസരത്തിൽ പാട്ടെഴുതാൻ വയലാറിനെ ക്ഷണിക്കുന്നു. അങ്ങനെ അപ്പോൾ ONV സാറും ദേവരായ മാസ്റ്ററും ഒക്കെ പോകുമ്പോൾ പകരം രാഘവൻ മാസ്റ്ററാണ് ട്യൂൺ ചെയ്യാൻ വരുന്നത്. പക്ഷെ രാഘവൻ മാസ്റ്റർ, അതാ അന്നത്തെ ആ സൗഹൃദം എന്ന് പറയുന്നത്. രാഘവൻ മാസ്റ്റർ വിളിച്ചു, അവിടെ ചെന്നു. ഇങ്ങനെ ദേവരാജൻ മാസ്റ്ററാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദേവരാജൻ്റെ അനുവാദമില്ലാതെ ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ദേവരാജൻ മാസ്റ്റർ ചെയ്തോളാൻ പറയും രാഘവൻ മാസ്റ്റർ. അങ്ങനെയാണ് ആ നാടകങ്ങളിലൊക്കെ അദ്ദേഹം തുടർന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അശ്വമേധത്തിൽ വളരെ പ്രസിദ്ധമായ പാട്ടുകൾ വയലാർ സാർ എഴുതി, രാഘവൻ മാസ്റ്റർ ട്യൂൺ ചെയ്ത വളരെ പ്രസിദ്ധമായ പാട്ടുകൾ. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ എന്നെ അറിയാം ഏത് പാട്ടാ? പാമ്പുകൾക്ക് മാളമുണ്ട്, തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ഇതെല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാട്ടിൻ്റെ ആദ്യത്തെ വരി പറയുന്നത്. അടുത്ത പ്രസിദ്ധമായ പാട്ട്, തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം
തരുമോ ജലം തരുമോ. പിന്നെ ധാരാളം നാടക ഗാനങ്ങൾ KPSC അടക്കമുള്ള പല നാടക കമ്പനികൾക്ക് വേണ്ടി വയലാറിൻ്റെ അതിപ്രസിദ്ധമായ നാടകങ്ങൾ വന്നു. ഇതോടുകൂടി ഇന്ന് വളരെ പ്രസിദ്ധനായി മാറുകയാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നാടക ഗാനങ്ങൾ? പുത്തൻ തിരുവാതിര, പൂത്തിരുവാതിര, പൂവമ്പന് തിരുനാളല്ലോ എന്ന് പറയുന്ന ഇരുമ്പുമറ എന്ന നാടകത്തിലെ പാട്ട് വളരെ പ്രസിദ്ധമായി. അതുപോലെ പിന്നീട് ഉദ്യോഗപർവം എന്ന നാടകത്തിൽ വളരെ പ്രസിദ്ധമായൊരു പാട്ട് വന്നു. അത് നിങ്ങൾ ചിലപ്പോൾ സിനിമയിലായിരിക്കും അത് കേട്ടിരിക്കുന്നത്. സുഭഗേ സുഭഗേ നാം ഇരുവരുമീ സുരഭി സരസിൽ വിരിഞ്ഞു. വളരെ പ്രസിദ്ധമായ പാട്ടാണല്ലോ അത്. ഉഷസോ നീയോ ഉദയേന്ദുരേഖയോ ഒരു ചുംബനത്തിൽ പൊതിഞ്ഞു, അന്നെന്നെ ഒരു ചുംബനത്തിൽ പൊതിഞ്ഞു.